ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആപ്പേ ഓട്ടോ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരുപക്ഷെ നിലവിൽ ആപ്പേ ഓട്ടോ ഉള്ള പലർക്കും ഇതൊക്കെ അറിയാവുന്നത് തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും നമ്മളെ വണ്ടീനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ട് പുതിയതായിട്ട് ആപ്പേ ഓട്ടോ എടുക്കുന്നവർക്ക് അറിയാനും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ആപ്പ എന്ന് പറയുമ്പം അതിലും ആൽഫയെല്ലാം ഇതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ആപ്പ സിറ്റി ആ ഒരു ടൈപ്പിലുള്ള എല്ലാ വണ്ടികളും ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആപ്പയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ നിങ്ങൾ കൂടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് പറയാം. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട്. ആപ്പേ BS6-ൻ്റെ റിവ്യൂ ചെയ്യോ, അതിനെക്കുറിച്ച് പറയോ, ഇലക്ട്രിക്കൽ ഓട്ടോൻ്റെ റിവ്യൂ ചെയ്യോ, അതുപോലത്തെ അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കിങ്ങനത്തെ വണ്ടികൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണം, ഇല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഈ ഒരു ഏരിയയിലുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ മുന്നോട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളെ ഓട്ടോ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പുതിയ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ ചാനൽ കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടികൾ കിട്ടാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്തത്, അല്ലാതെ എനിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല വീഡിയോകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതൊരു മേഖലയിലായാലും സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള വീഡിയോസും ഈ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും, എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇപ്പോൾ എനിക്കതിനെ സാധിക്കുകയുള്ളൂ. പക്ഷേ ചാനൽ ഗ്രോത്ത് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല കണ്ടൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങളും എനിക്ക് ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആപ്പേ ഓട്ടോയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത, ആപ്പേ ഓട്ടോ എന്നാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, അത് പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ്. എങ്കിലും ആ ടൈപ്പിലുള്ള എല്ലാ വണ്ടികളും നിങ്ങൾ ഇതിൽ പെടുത്താവുന്നതാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി കൊണ്ട് മറ്റൊരു വണ്ടിയെ കെട്ടിവലിക്കാൻ പോകാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സുഹൃത്തിൻ്റെ വണ്ടി ഒരു കുട്ടി ഡീസലാണെന്ന് കൂട്ടുക, അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ വണ്ടിയല്ലേ, അത് ചെറിയ വണ്ടിയല്ലേ എന്നോർത്ത് നമ്മൾ കെട്ടിവലിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ആപ്പയും കൊണ്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയോ. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഞാൻ ആപ്പേ ഓട്ടോ ആദ്യമായിട്ട് എടുത്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ കംപ്ലൈൻ്റ് ആയി. അപ്പം യാദൃശ്യവശാൽ ഞാൻ അങ്ങോട്ട് ഓട്ടം പോയി. അന്നേരം എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളീൻ്റെ വണ്ടീൻ്റെ ഓയിൽ പൈപ്പ് പൊട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഒരു 10-15 കിലോമീറ്ററിൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു, കെട്ടി വലിക്കോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആപ്പ എടുത്ത സമയമാണ്, ഈ കെട്ടി വലിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെന്താണെന്ന് ചോദിച്ച് കൂളായിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോയി. ഒരു 2 കിലോമീറ്റർ ഓടി ഒരു നല്ല കയറ്റം വന്നു. കയറ്റത്തെത്തുമ്പോൾ വണ്ടി വലിക്കുന്നില്ല, ആക്സിലേറ്റർ കൊടുക്കുന്നു, നീങ്ങുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ദൗത്യം ഉപേക്ഷിച്ച് പിന്നെ അവിടുന്ന് എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കെട്ടി വലിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അവിടെ കൊണ്ടുപോയി ഗിയർ ബോക്സിൻ്റെ പണിയെടുത്തു. അന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 4500 രൂപ ഗോപി അങ്ങ് പോയി കിട്ടി. അതിനുശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുമ്പം അറിവുള്ള ആൾക്കാർ പറഞ്ഞു തന്നത്, ആപ്പ കൊണ്ട് മറ്റുള്ള വണ്ടികൾ കെട്ടി വലിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞു തന്നത്. അത് നമ്മുടെ ഗിയർ ബോക്സിന് പണി തരും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ആ വിവരം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പം നിങ്ങളും പരമാവധി ഇങ്ങനൊരവസ്ഥ വന്നാൽ ഒന്നും ചിന്തിക്കേണ്ട, പറ്റില്ല, വണ്ടിക്ക് പ്രശ്നമാണ് എന്ന് തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പലരും ചെയ്യുന്നൊരു കാര്യമാണ് ന്യൂട്രടി. ആപ്പയാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു പരിപാടി ചെയ്യാതിരിക്കുക. ഒരിക്കലും നമ്മുടെ ആപ്പ കൊണ്ട് നമ്മൾ ഇറക്കത്തെത്തുമ്പം ന്യൂട്രടിച്ച് പോകരുത്. കാരണം ഓട്ടത്തിൽ ഗിയർ വീഴാനും ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആപ്പയ്ക്ക്. അങ്ങനെ നമ്മൾ ആപ്പയും കൊണ്ട് ന്യൂട്രടിക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രടിച്ചവർക്കറിയാം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഗിയർ വീണിട്ടുണ്ടാവും. അത് പക്ഷേ അന്നേരം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഭാവിയിലേക്ക് നമ്മുടെ ഗിയർ ബോക്സ് പണി തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ ആപ്പേൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗിയർ ബോക്സ് വളരെ ലോലമാണ്. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാമെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് കംപ്ലൈൻ്റ് ആവില്ല. നമ്മൾ കറക്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ
കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ന്യൂട്രൽ അടിക്കാതിരിക്കുക. ആപ്പ കൊണ്ട് മാക്സിമം ന്യൂട്രൽ അടിക്കാതെ ഗിയറിൽ തന്നെ ഇറങ്ങിപ്പോവുക. ആ ന്യൂട്രൽ അടിക്കുന്ന എണ്ണ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ലാഭമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു പരിപാടി മാക്സിമം ഒഴിവാക്കുക. അത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ഓഫാക്കിയിട്ടാണെങ്കിലും ന്യൂട്രൽ അടിക്കുന്ന പരിപാടി ആപ്പയിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നമ്മുടെ വണ്ടിക്ക് നല്ലത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആപ്പയും കൊണ്ട് നല്ല കയറ്റങ്ങളൊക്കെ കയറ്റും. അങ്ങനെ കയറ്റം കയറ്റിയിട്ട് വലി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും ഈ ക്ലച്ച് താങ്ങി എടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അതും നമ്മുടെ വണ്ടീൻ്റെ ക്ലച്ച് നശിപ്പിക്കുക എന്നല്ലാണ്ട് ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഒരുപാട് നമ്മൾ ക്ലച്ചിൽ താങ്ങി കയറ്റാൻ ശ്രമിച്ചാൽ ക്ലച്ച് അവിടെ എൻഗേജ് ആവും, പിന്നെ ക്ലച്ച് ലിവർ ഫ്രീ ആയിപ്പോവും. അതുകൊണ്ട് ആ ഒരു പരിപാടി പരമാവധി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് മറ്റുള്ള കുട്ടി ഡീസൽ അങ്ങനത്തെ വണ്ടികൾ പോലെ ക്ലച്ച് താങ്ങിയിട്ട് കയറ്റിയെടുക്കുക എന്നുള്ളൊരു പരിപാടി ആപ്പേനെ കൊണ്ട് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. ജസ്റ്റ് ഒരു താങ്ങിയാൽ കയറും എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താങ്ങി കയറ്റാം, അതിന് കുഴപ്പമില്ല. കയറ്റത്തിൻ്റെ പകുതിക്കൊക്കെ എത്തിയ വണ്ടി നിങ്ങൾ ക്ലച്ച് താങ്ങി അങ്ങ് മേലെ വരെ കയറ്റി കളയാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ മേലെ എത്തുമ്പോഴത്തേനും നിങ്ങൾ ക്ലച്ചിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിപ്പോവും. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്ലച്ച് എൻഗേജ് ആയിട്ട് ലിവർ ഫ്രീ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് കുറച്ച് ഓടുമ്പോൾ മാത്രമായിരിക്കും റിലീസായി വരിക. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഒരു പരിപാടി നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ വലി മുട്ടുകയാണെങ്കിൽ ലോഡാണെങ്കിൽ ലോഡ് ഇറക്കുക, ആളെ ഇറക്കിയിട്ട് വണ്ടീൻ്റെ വലി എത്രയാണോ ആ വലിയിൽ തന്നെ കയറിപ്പോകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലച്ചിന് ലൈഫ് കൂടുതൽ കിട്ടും. അത് നേരെ വിപരീതമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓട്ടത്തിൽ ഇങ്ങനെ ക്ലച്ചിൽ കൈ വെച്ച് ഓടിക്കുക, ആ ഒരു പരിപാടിയും പരമാവധി ഒഴിവാക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലച്ച് റൈസായിട്ട് വെറുതെ ക്ലച്ച് തീർന്നുകൊണ്ടിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആപ്പ ഓട്ടോ ഒരു കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും 2 കൈ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ള നിയന്ത്രണം നമ്മൾ ഹാൻഡിലേക്ക് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആപ്പ ഓട്ടോ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഫ്രണ്ട് വീല് മറ്റുള്ള ഓട്ടോനെ അപേക്ഷിച്ച് ആപ്പ ഓട്ടോയ്ക്ക് പെട്ടെന്ന് സ്കിഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കാരണം എന്താണെന്ന് വെച്ചാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 2 കൈ ഉപയോഗിച്ച് ശരിക്കും കൺട്രോളിൽ തന്നെ നമ്മുടെ കൺട്രോളിൽ തന്നെ വണ്ടിയെ കൊണ്ടുപോകുക. അല്ലാതെ ഒരു കൈ വെച്ച് ഫ്രീ ആയിട്ട് പോയാൽ ജസ്റ്റ് ഒരു കല്ലിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർ സ്കിഡാവുകയും വണ്ടി മറിയാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റ് ഓട്ടോകളെ അപേക്ഷിച്ചിട്ട് ഹാൻഡിലിൽ പെട്ടെന്ന് തിരിയാനുള്ളൊരു ടെൻഡൻസി ആപ്പ ഓട്ടോ കാണിക്കുന്നുണ്ട്. അത് ഈ ആപ്പ ഓട്ടോൻ്റെ സ്റ്റോപ്പറൊക്കെ കട്ട് ചെയ്തിട്ടുള്ള വണ്ടി ഓടിക്കുന്നവർക്കറിയാം. നമ്മൾ തിരിക്കുന്ന സമയത്ത് തന്നെ ടക്കുന്നുണ്ട് അപ്പുറത്ത് പോയി അടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കൈയൊക്കെ പോയി കുത്തുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് അനുഭവമുള്ളവർക്ക് എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. അതുപോലെ തന്നെ അനുഭവം ഇല്ലാത്തവർ അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൺട്രോൾ കറക്റ്റായിട്ടും ആപ്പേനെ നമ്മൾ 2 കൈയും ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. എങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ ആപ്പയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടരുത്. അങ്ങനെ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ പല വണ്ടിക്കും കാണിക്കുന്നൊരു പ്രശ്നമാണ്, ഫ്രണ്ട് കയറി പിടിച്ചിട്ട് സഡനായിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നമ്മുടെ തല പോയിട്ട് ഗ്ലാസ്സിന് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പുതിയതായിട്ടൊക്കെ ആപ്പയിലേക്ക് വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ വണ്ടി എടുത്ത് പോയ പാടെ കുറച്ച് ദൂരം ഓടിയിട്ടാണെങ്കിലും നമ്മൾ ഒറ്റ ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം കാണിക്കലുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി നമ്മൾ എടുത്ത് മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ തന്നെ ബ്രേക്കിൻ്റെ മേലെ ചെറുതായിട്ട് കാല് വെക്കുക. കാല് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങ് ഓടുക. ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി കഴിയുമ്പം ആ പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. രാവിലെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വണ്ടി രാവിലെ കൊണ്ടിട്ടിട്ട് വൈകുന്നേരം എടുക്കുകയാണെങ്കിലും ഈ പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആപ്പ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പലർക്കും ഈ ഒരു പ്രശ്നം അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഇതുപോലുള്ള ചെറിയ അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.